ഹായ്, ലോങ് സിറ്റിംഗ് കാരണം നമുക്ക് സാധാരണ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നെക്ക് പെയിൻ, ഷോൾഡർ പെയിൻ, ബാക്ക് പെയിൻ, നീ പെയിൻ, ഹിപ്പ് സ്റ്റിഫ്നെസ് എക്സെട്ര. അപ്പോൾ ഇതിൻ്റെ എന്തുകൊണ്ടാണ് ഇതെന്ന് ചോദിച്ചാൽ, നമ്മൾ ചിലപ്പോൾ ഓഫീസിൽ വർക്ക് ചെയ്യണവരായിരിക്കാം, അല്ലെങ്കിൽ കുറേ നേരം കമ്പ്യൂട്ടർ യൂസ് ചെയ്യണവരായിരിക്കാം, ഓർ ഡ്രൈവിങ് കൂടുതൽ സമയം ഡ്രൈവിങ് ചെയ്യണവരായിരിക്കാം. ഇത് എങ്ങനെ നമുക്ക് ഒഴിവാക്കാമെന്ന് നോക്കാം. ഹായ്, ഞാൻ ഡോക്ടർ അന്ന, ഫിസിയോതെറാപ്പിസ്റ്റ്, ഡോക്ടർ വെൽക്കെ ഫിസിയോതെറാപ്പി സെൻറ്റർ. നമ്മൾ കൂടുതൽ നേരം കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ മസിലാണെങ്കിൽ ടൈറ്റ് ആവും. അപ്പം സ്വാഭാവികമായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കുറയും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്പൈനിനൊക്കെ കൂടുതൽ സ്ട്രെസ്സ് വരും, അപ്പോൾ പെയിൻ ഉണ്ടാവാം. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഒഴിവാക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇടയ്ക്കിടയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇരിക്കാൻ പാടില്ല. ഒരു 30 അല്ലെങ്കിൽ 15 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് എണീറ്റ് നടക്കുക, അല്ലെങ്കിൽ ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് എണീക്കുക. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ, കറക്റ്റ് പോസ്ചർ കീപ്പ് ചെയ്യണം. അതായത് കൂനിയൊന്നും ഇരിക്കാനൊന്നും പാടില്ല. കഴുത്തൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് സ്ട്രെയിറ്റ് ചെയ്ത് വെക്കണം. കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ കഴുത്ത് ഫ്രണ്ടിലോട്ട് കൂടുതൽ നേരം വെക്കരുത്. തേർഡ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ട്രീറ്റ്മെൻ്റ് ആണ്. ഇപ്പം എർലി സ്റ്റേജിലൊക്കെ ആണെങ്കിൽ, പെയിൻ കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് പ്രോപ്പർ ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റ് എടുത്താൽ എർലി സ്റ്റേജിൽ തന്നെ അത് ക്യൂർ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ആക്റ്റീവ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.